ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ സഭാപിതാക്കന്മാരുടെ വാക്കുകൾ ഓർക്കുന്നു. പരിശുദ്ധ അമ്മ യേശുവിലേക്കുള്ള കുറുക്കു വഴിയാണ്. സ്വർഗത്തിൻ്റെ അക്ഷയപാത്രമാണ് പരിശുദ്ധ അമ്മ. കുടുംബജീവിതത്തിൻ്റെ നൊമ്പരം പേറിയവൾ, സമൂഹ ജീവിതത്തിൻ്റെ നൊമ്പരം പേറിയവൾ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ച് കൃപ സ്വന്തമാക്കുവാൻ ഏവരെയും ആവേ മരിയ പ്രോഗ്രാമിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് വരുന്ന ഗാനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും സമർപ്പിച്ച് പരിശുദ്ധ അമ്മയെ നമുക്ക് പാടി സ്തുതിക്കാം. അലയുമ്പോൾ മരിയാമീശോയെ എന്നെ ചേർക്കേണമേ, എന്നെ ചേർക്കേണമേ. അമ്മേ ആശ്രയമേ, എൻ്റെ ആത്മീയ സാന്ത്വനമേ, വഴി തെറ്റി അലയുമ്പോൾ വഴിയാമീശോയിൽ എന്നെ ചേർക്കേണമേ, എന്നെ ചേർക്കേണമേ. അമ്മേ ആശ്രയമേ, എൻ്റെ ആത്മീയ സാന്ത്വനമേ. പരിശുദ്ധ അമ്മേ, മാതാവേ, പാപത്താൽ അധപതിച്ച ഈ ലോകത്തിൽ ഓരോ നിമിഷവും ഞങ്ങൾ നടന്നു നീങ്ങുമ്പോൾ പ്രത്യാശയുടെ കിരണങ്ങൾ ഞങ്ങളുടെ മേൽ വീശണമേ. ഞങ്ങളുടെ മനസ്സിലുള്ള എല്ലാ അന്ധകാര ശക്തികളെയും അമ്മ എടുത്തു മാറ്റി അമ്മ നൽകുന്ന പ്രകാശത്തിൽ ഞങ്ങളെ നയിക്കണമേ. അമ്മേ, നമ്മുടെ കുടുംബങ്ങളെ അമ്മയുടെ കരങ്ങളിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് അമ്മയുടെ സാന്നിധ്യത്തിനായി ദാഹിച്ച് പ്രാർത്ഥിക്കാം. ഈശോ ശിഷ്യന്മാരെ ഒരുക്കി കൂടെ കൊണ്ടു നടന്നതുപോലെ പരിശുദ്ധ അമ്മയും ശിഷ്യന്മാരെ ചേർത്ത് പിടിച്ചു. പരിശുദ്ധാത്മാവിനാൽ നിറയുവാൻ അമ്മ സഹായിച്ചു. ആ അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മുടെ കുടുംബങ്ങളെയും തിരുസഭ മുഴുവനെയും ചേർത്ത് വയ്ക്കാം. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ കൂട്ടായ്മയുണ്ടാവട്ടെ. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ തിരുസഭയിൽ കൂട്ടായ്മ വർദ്ധിക്കട്ടെ. അതിനുവേണ്ടി അമ്മ ഞങ്ങളെ സഹായിക്കണമേ.
വഴി നടത്തണമേ. പ്രാർത്ഥിക്കാം. മിശിഹായിലെ ഏറ്റവും സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ സുഹൃതങ്ങളെക്കുറിച്ച് ധ്യാനിക്കുന്ന ഈ നിമിഷങ്ങളിൽ പരിശുദ്ധ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മയിൽ വിളങ്ങി നിന്നിരുന്ന സുഹൃതങ്ങൾ എന്നിലും വന്ന് നിറയുവാനായി അമ്മയുടെ പുത്രനോട് പ്രാർത്ഥിക്കണമേ എന്ന്. ലൂക്കായുടെ സുവിശേഷം അതിൻ്റെ 1-ാം അധ്യായം 36-ാം തിരുവചനം നമ്മളൊന്ന് ധ്യാനിക്കുവാനായി പരിശ്രമിക്കുക. വചനം ഇപ്രകാരമാണ്: ദൈവദൂതൻ പരിശുദ്ധ അമ്മയുടെ അടുത്ത് വന്ന് പറഞ്ഞു, ഇതാ നിൻ്റെ ചാർച്ചക്കാരിയായ എലിസബത്തും ഗർഭവതിയാണ്. വന്ധ്യ എന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് 6-ാം മാസമാണ്. ഈ വചനം നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ആദ്യത്തെ പാഠം എന്ന് പറയുന്നത്, സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മ 2 മംഗളവാർത്തകൾ സ്വീകരിക്കുന്നുണ്ട്. 1-ാമത്തെ മംഗളവാർത്ത എന്ന് പറയുന്നത് താൻ ദൈവപുത്രൻ്റെ അമ്മയാകുവാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടു, ഇതാ ദൈവം എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ള മംഗളവാർത്ത. 2-ാമത്തെ മംഗളവാർത്ത ഒരിക്കലും ഗർഭവതിയാകില്ല എന്ന് കഴിഞ്ഞ് പ്രായം അറ്റ വന്ധ്യയായിരുന്ന വൃദ്ധയായ എലിസബത്ത് ഇതാ ഒരു കുഞ്ഞിന് ജന്മം നൽകുവാൻ പോകുന്നു. ഇതാണ് പരിശുദ്ധ അമ്മ സ്വീകരിച്ച 2-ാമത്തെ മംഗളവാർത്ത. സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ ഈ 2 മംഗളവാർത്തകളെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട 1-2 വിഷയങ്ങൾ, സുഹൃതങ്ങളുണ്ട്. ഒന്നാമതായിട്ട്, താൻ ദൈവപുത്രൻ്റെ അമ്മയാകുന്നു എന്നുള്ള വാർത്തയേക്കാൾ പരിശുദ്ധ അമ്മയ്ക്ക് ആനന്ദം നൽകിയ വാർത്ത എലീശ പുണ്യവതി ഗർഭവതിയായി എന്നുള്ള വാർത്തയല്ലേ? ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 39 മുതലുള്ള വചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ വചനം ഇപ്രകാരമാണ് പറയുന്നത്: മറിയം തിടുക്കത്തിൽ അവളുടെ ഭവനത്തിലേക്ക്, എലിസബത്തിൻ്റെ ഭവനത്തിലേക്ക് യാത്രയായി എന്നാണ് പറയുന്നത്. അതായത് എലിസബത്തിൻ്റെ ജീവിതത്തിൽ ഇതാ ഒരു സന്തോഷകരമായ കാര്യം കർത്താവ് ചെയ്തിരിക്കുന്നു. അവളോടൊപ്പം ആനന്ദിക്കുവാനായി ഓടുന്ന പരിശുദ്ധ അമ്മ. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ അയൽക്കാരുടെ ഭവനത്തിൽ, നമ്മുടെ ശത്രുക്കളുടെ ഭവനത്തിൽ, നമ്മുടെ മിത്രങ്ങളുടെ ഭവനത്തിൽ, നമ്മുടെ കൂടപ്പിറപ്പുകളുടെ ഭവനത്തിൽ ഒരു നല്ല കാര്യം സംഭവിച്ചു എന്ന് അറിയുമ്പോൾ ലവലേശം അസൂയയില്ലാതെ അവരോടൊപ്പം അവർക്ക് ലഭിച്ച ആ കൃപയെ ഓർത്ത് കർത്താവിന് നന്ദി പറയുവാൻ നമ്മിൽ എത്ര പേർക്ക് സാധിക്കും? പരിശുദ്ധ അമ്മ പഠിപ്പിക്കുന്ന ഒരു വലിയ പാഠം അതാണ്.
മറ്റുള്ളവൻ്റെ നന്മയിൽ സന്തോഷിക്കുക. ലവലേശം അസൂയയില്ലാതെ അവന് കർത്താവ് നൽകിയ കൃപകളെക്കുറിച്ച് ഓർത്ത് അവനോടൊപ്പം, അവൻ ആനന്ദത്തിലായിരിക്കുമ്പോൾ അവനോടൊപ്പം സന്തോഷിക്കുവാനായി നമുക്ക് സാധിക്കണം. പലപ്പോഴും നമ്മുടെ മനസ്സ് അസ്വസ്ഥമാക്കുവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മറ്റുള്ളവന് നന്മ കാണുമ്പോൾ അതിൽ സന്തോഷിക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല. അവരിന് സംഭവിച്ച നന്മകളൊക്കെ ചിലപ്പോഴെങ്കിലും നമ്മളെ വേദനിപ്പിക്കുകയാണ്. ഇവിടെ പരിശുദ്ധ അമ്മ എലിസബത്തിനോടൊപ്പം സന്തോഷിക്കുന്നു. ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, പരിശുദ്ധ അമ്മ ഈ എലിസബത്തിനോടൊപ്പം ആയിരിക്കുമ്പോഴാണ് സ്തോത്രഗീതം ആലപിക്കുന്നത്. എലിസബത്തിൻ്റെ ആനന്ദവും പരിശുദ്ധ അമ്മയുടെ ആനന്ദവും കൂടിച്ചേർന്നതാണ് പരിശുദ്ധ കന്യകാമാതാവിൻ്റെ സ്തോത്രഗീതം. എൻ്റെ ആത്മാവ് എൻ്റെ കർത്താവായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അത് പരിശുദ്ധ അമ്മയുടെ ആനന്ദം മാത്രമല്ല, ഇതാ എലിസബത്തിന് നന്മ സംഭവിച്ചതിനാൽ കൂടി ദൈവമേ ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു എന്നുകൂടെയില്ലേ ആ വചനത്തിൻ്റെ ഉൾപ്പൊരുളുകളിൽ നമ്മൾ അടർത്തിയെടുത്ത് ധ്യാനിക്കുമ്പോൾ മറ്റുള്ളവൻ്റെ നന്മയിൽ നമുക്ക് സന്തോഷിക്കാൻ സാധിക്കണം. അതൊരു ദൈവകൃപയാണ്. നിങ്ങൾക്ക് ആ കൃപയില്ല എന്നുണ്ടെങ്കിൽ തമ്പുരാനെ ഓർത്ത് പരിശുദ്ധ അമ്മയോടൊന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചാൽ ആ കൃപ പരിശുദ്ധ അമ്മ നിങ്ങൾക്ക് നൽകും. ഇനി ഈ ലൂക്കാസ് സുവിശേഷം 1:36 ധ്യാനിക്കുമ്പോൾ, അതിൻ്റെ ചുവട് പിടിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ ഈ വചനം നമുക്ക് തരുന്ന പരിശുദ്ധ അമ്മ നമ്മളെ പഠിപ്പിക്കുന്ന രണ്ടാമത്തെ ഗുണം എന്ന് പറയുന്നത് മറ്റുള്ളവനെ നന്മ ചെയ്യുവാനായിട്ട് സ്വയം മറന്ന് മറ്റുള്ളവരെ നന്മ ചെയ്യുവാനായിട്ട് നടത്തുന്ന പ്രയത്നം. സ്വയം മറന്ന് മറ്റുള്ളവരോടൊപ്പം ആനന്ദിക്കുവാനായി നമ്മൾ നടത്തേണ്ട പ്രയത്നം. പരിശുദ്ധ അമ്മ ഗർഭവതിയാണേ. പരിശുദ്ധ അമ്മ താൻ ഗർഭവതിയാണ്, എൻ്റെ ഉദരത്തിൽ ഒരു ശിശുവുണ്ട് എന്നുള്ള കാര്യം മറന്ന്, സ്വയം മറന്ന് ആവശ്യമുള്ളവനെ സഹായിക്കുവാനായിട്ട് ഒരുമ്പെടുകയാണ്. അതായത് എൻ്റെ ആനന്ദത്തേക്കാൾ, എൻ്റെ സുഖത്തേക്കാൾ അവരൻ്റെ സൗഖ്യത്തിനും അവരൻ്റെ ആനന്ദത്തിനും പ്രാധാന്യം കൊടുക്കുക. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നല്ലതായിരിക്കുക എന്നതിനേക്കാൾ ഉപരിയായി എന്നോടൊപ്പം തന്നെ, ഒരുപക്ഷെ എന്നേക്കാൾ ഉപരിയായി എൻ്റെ സഹായം ആവശ്യമുള്ള ആ വ്യക്തി ഉണ്ടല്ലോ, ആ വ്യക്തി നന്നായിരിക്കണം എന്നുള്ള, നന്നായിരുന്ന് കാണുവാനുള്ള ഒരു ആഗ്രഹം, ആ വ്യക്തിക്ക് സുഹൃത്തുക്കൾ സംഭവിക്കണം എന്നുള്ളൊരാഗ്രഹം. സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ ഈ ഒരു ഗുണം പല അമ്മമാരിലുമുണ്ട്. നമ്മുടെ എത്രയോ അമ്മമാരുണ്ട്, അവരുടെ ത്യാഗം ചെയ്തുകൊണ്ട്, അവരുടെ ജീവിതം ത്യാഗം ചെയ്തുകൊണ്ട് അവരുടെ മക്കൾ നന്നായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ. ഒരു പെൺകുട്ടി, അവൾക്ക് കുഞ്ഞുനാളിൽ ഐസ്ക്രീം വളരെ ഇഷ്ടമായിരിക്കാം. എന്നാൽ വിവാഹം കഴിഞ്ഞൊരു ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ ഒരു ഐസ്ക്രീമോ 2 ഐസ്ക്രീമോ ഒക്കെ കിട്ടുമ്പോൾ അവൾ പറയും, എനിക്ക് ഐസ്ക്രീം ഇഷ്ടമില്ല എന്നുള്ളൊരു കള്ളം പറഞ്ഞുകൊണ്ട് മക്കൾക്ക് വേണ്ടി മാറ്റിവെക്കുക, ജീവിത പങ്കാളിക്ക് വേണ്ടി മാറ്റിവെക്കുക. സത്യത്തിൽ ഇതൊരു വലിയ ത്യാഗം തന്നെയല്ലേ? പരിശുദ്ധ അമ്മയിലുള്ള ഗുണമാണത്. താൻ ഗർഭവതിയാണെന്നതിനേക്കാൾ ഉപരിയായി എൻ്റെ സഹായം ആവശ്യമുള്ളൊരു സ്ത്രീ അവിടെ ഉണ്ട് എന്നറിഞ്ഞ് ഈ ആനന്ദത്തേക്കാൾ ഉപരിയായി മറ്റുള്ളവൻ്റെ ആനന്ദം കാണുവാനായി പരിശുദ്ധ അമ്മ എടുക്കുന്ന ഒരു ചെറിയ ത്യാഗം. ഈ ഒരു ത്യാഗ മനോഭാവം നമുക്കുണ്ടാകുവാൻ വേണ്ടി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. എനിക്ക് ലഭിച്ചില്ലെങ്കിലും അപരന് കൃപ ലഭിക്കട്ടെ എന്നുള്ള ഒരു മനോഭാവം. എനിക്കില്ല എന്നുണ്ടെങ്കിൽ അപരന് കൃപ ലഭിക്കട്ടെ, ഞാൻ സന്തോഷിച്ചില്ലെങ്കിലും മറ്റുള്ളവന് സന്തോഷം ലഭിക്കട്ടെ എന്നുള്ളൊരു മനോഭാവം പരിശുദ്ധ അമ്മയ്ക്കുണ്ടായിരുന്നു. ഇനി പരിശുദ്ധ അമ്മ പഠിപ്പിക്കുന്ന 3ാമത്തെ പാഠം എന്ന് പറയുന്നത്, മറ്റുള്ളവന് നന്മ ചെയ്യുവാൻ ലഭിക്കുന്ന അവസരങ്ങൾ വിനിയോഗിക്കുവാനായി, അത് നിറവേറ്റുവാനായി എന്ത് പ്രതിസന്ധികൾ വന്നാലും അതിനെ തരണം ചെയ്യുവാനുള്ള ആ ദൃഢനിശ്ചയം. എലിസബത്തിൻ്റെ ഭവനത്തിലേക്ക് പോകണം, അവൾക്ക് നന്മ ചെയ്യണം, അവളോടൊപ്പം ആയിരിക്കണം, അവളെ ശുശ്രൂഷ ചെയ്യണമെന്ന് പരിശുദ്ധ അമ്മ തീരുമാനിച്ചപ്പോൾ അതൊരു ചെറിയ കാര്യമായിട്ട് നമ്മൾ ആരും കണക്കാക്കരുത്. 125ഓളം കിലോമീറ്റർ ഉണ്ട് ആ യാത്രയ്ക്ക്. ഒരു യഹൂദ സ്ത്രീ, വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന സ്ത്രീ ചരിത്രത്തിൽ തനിച്ചു നടത്തുന്ന ആദ്യ യാത്രയാണത്. ഏക യാത്ര എന്നുകൂടെ വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാം. വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുക, വിവാഹം കഴിഞ്ഞിട്ടില്ല. സാധാരണഗതിയിൽ സ്ത്രീകൾ അങ്ങനെ പുറത്തു പോകാറില്ല. എന്നാൽ പരിശുദ്ധ അമ്മ, ഓർക്കണേ, ഉദരത്തിൽ ശിശുവിനെ വഹിച്ചുകൊണ്ട് 125ഓളം കിലോമീറ്ററുകൾ പരിശുദ്ധ അമ്മ യാത്ര ചെയ്യുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ഒരു വ്യക്തിയെ സഹായിക്കാൻ, നന്മ ചെയ്യാനായിട്ട്. നന്മ ചെയ്യാൻ ഇത്ര ദൂരം സഞ്ചരിച്ച ഏത് വ്യക്തിയെ നമുക്ക് കാണുവാൻ സാധിക്കുക സുവിശേഷത്തിൽ? പരിശുദ്ധ അമ്മയെ അല്ലാതെ. പരിശുദ്ധ അമ്മ അങ്ങനെ യാത്ര ചെയ്യുക.
എൻ കരീം എന്ന് പറയുന്ന ദേശത്താണ് എലിസബത്തിൻ്റെ ഭവനം. അവിടേക്ക് പരിശുദ്ധ അമ്മയുടെ ഭവനത്തിൽ നിന്ന് 125ഓളം കിലോമീറ്റർ ഉണ്ട് എന്ന് പറയുമ്പോൾ ചരിത്ര പണ്ഡിതന്മാർ പറയുന്നത് കാൽനടയായാലോ അല്ലെങ്കിൽ ഒരു കഴുതപ്പുറത്തോ സഞ്ചരിക്കണമെന്നുണ്ടെങ്കിൽ 3 ദിവസമെങ്കിലും ചുരുങ്ങിയത് എടുക്കുമെന്ന്. അപ്പോൾ പരിശുദ്ധ അമ്മ 3 ദിവസങ്ങളോളം കഴുതപ്പുറത്തോ കാൽനടയോ ആയി യാത്ര ചെയ്തിട്ടാണ് എലിസബത്തിൻ്റെ ഭവനത്തിലെത്തുന്നത്. എന്തൊരു വലിയ ത്യാഗമാണെന്ന് ഓർക്കണേ. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി റിസ്ക് എടുക്കുവാൻ, മറ്റുള്ളവർക്ക് വേണ്ടി ഒരു പ്രതിസന്ധി തരണം ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കാറുണ്ടോ? ഇല്ല, പലപ്പോഴും ഇല്ല. അങ്ങനെയുള്ള റിസ്ക്കുകളൊന്നും, അങ്ങനെയുള്ള പ്രതിസന്ധികളൊന്നും, അങ്ങനെയുള്ള ക്ലേശങ്ങളൊന്നും നമ്മൾ എടുക്കാറില്ല. എന്നാൽ പരിശുദ്ധ അമ്മ ഇവിടെ സഞ്ചരിക്കുകയാണ്. സുവിശേഷ പണ്ഡിതന്മാർ പറയുന്നത് പ്രകാരമാണ് ആ യാത്ര ദുർഘടം പിടിച്ച യാത്രയാണ്. കൊള്ളക്കാരുണ്ട്, രാത്രികാലങ്ങളാണ്, അപരിചിതരുണ്ട്, എന്തും സംഭവിക്കാം. വിവാഹം നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന സ്ത്രീയല്ലേ, അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവളുടെ വിവാഹം വരെ മുടങ്ങിപ്പോകാം. പക്ഷേ ഇതൊന്നും പരിശുദ്ധ അമ്മ വകവയ്ക്കാതെ സന്തോഷത്തോടുകൂടി എലിസബത്തിനെ ശുശ്രൂഷ ചെയ്യുവാൻ നടത്തുന്ന ആ യാത്രയുണ്ടല്ലോ, സ്നേഹമുള്ളവരെ, അതല്ലേ ദൈവകൃപ എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിലും നമ്മളൊരു ആവശ്യത്തിലായിരിക്കുമ്പോൾ ആരെങ്കിലും എന്നെ സഹായിക്കാൻ വന്നിരുന്നു എന്നുണ്ടെങ്കിൽ എന്ന് ആശിക്കുന്നവരല്ലേ നമ്മൾ. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 12-ാം തിരുവചനത്തിൽ പറയുന്നില്ലേ, മറ്റുള്ളവർ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അത് നിങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യുക. ആ വചനത്തിൻ്റെ ആ വചനം ജീവിച്ച ഒരു വ്യക്തിയാണ് പരിശുദ്ധ അമ്മ. പരിശുദ്ധ അമ്മയോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം ഈ സുഹൃത്തുക്കളിൽ നമ്മെ വളർത്തുവാനായിട്ട്. പരിശുദ്ധ അമ്മയെ മറ്റുള്ളവരോടൊപ്പം സന്തോഷിക്കാൻ ലഭിക്കുന്ന ഓരോ അവസരങ്ങളും ഉപയോഗിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. അതുപോലെ തന്നെ എൻ്റെ ആനന്ദത്തെക്കാൾ മറ്റുള്ളവരുടെ ആനന്ദത്തിന് കുറച്ചുകൂടെ പ്രാധാന്യം കൊടുക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമേ. ഇവയോടൊപ്പം പരിശുദ്ധ അമ്മേ മാതാവേ, മറ്റുള്ളവനെ സഹായിക്കുവാൻ ലഭിക്കുന്ന അവസരങ്ങൾ അതുപയോഗിക്കുവാൻ എന്ത് പ്രതിസന്ധികളെയും തരണം ചെയ്യുവാനുള്ള ദൈവകൃപയും ഞങ്ങൾക്ക് നൽകണമേ. അതിനുവേണ്ടി അമ്മേ മാതാവേ മാധ്യസ്ഥം വഹിക്കണമേ. ആമേൻ. പ്രാർത്ഥനാപൂർവം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമുക്കോർക്കാം, ദൈവസന്നിധിയിൽ നിന്നും വ്യക്തിജീവിതങ്ങളിലേക്ക് ഒഴുകുന്ന കൃപയുടെ നീർച്ചാലാണ് പരിശുദ്ധ മറിയം. പ്രിയപ്പെട്ടവരെ, വലിയ സഹനങ്ങളുടെ നടുവിൽ പ്രതീക്ഷയോടെ വിരിഞ്ഞ മനോഹരമായ പുഷ്പമാണ് പരിശുദ്ധ അമ്മ. പാപാന്തകാരത്തിൽ പാപമേശാതെ വിശുദ്ധിയോടെ ജീവിച്ചവളാണ് പരിശുദ്ധ അമ്മ. അമ്മയോട് ചേർന്ന് തുടർന്ന് വരുന്ന ഗാനം ഭക്തിപൂർവം നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ഉള്ളിനിടയിലെ ലില്ലി മലരെ മരിയേ മരിയേ, പാപത്തിൻ ഇരുളിൽ മിന്നിത്തിളങ്ങും പനിമലരെ മരിയേ, ഞങ്ങൾ വാഴ്ത്തും അമ്മേ
കുടുംബ സമാധാനമില്ലാതെ ക്ലേശിക്കുന്ന പ്രിയപ്പെട്ടവരെ, സാമ്പത്തികമായ ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്നവരെ, പാപഭാരത്താൽ മനസ്സ് വേദനിക്കുന്നവരെ, നിങ്ങളുടെ എല്ലാ വേദനകളും പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് പ്രത്യാശ നൽകുന്ന ആ പരിശുദ്ധ അമ്മയെ നമുക്ക് പാടി സ്തുതിക്കാം. വേദാളത്തിങ്ങും മരുവിൽ വാടാമരമേ, വരനിരയെല്ലാം നിറയും പൂമരമേ. വേദാളത്തിങ്ങും മരുവിൽ വാടാമരമേ, വരനിരയെല്ലാം നിറയും പൂമരമേ. മരിയേ 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 ഉള്ളിനിടയിലെ ലില്ലി മലരെ മരിയേ ഏറ്റവും മനോഹരിയായ പരിശുദ്ധ അമ്മേ, ഈ ലോക സുഖങ്ങൾക്ക് പിന്നാലെ പോകാതെ പരിശുദ്ധിയോടെ അവരനെ സ്നേഹിക്കുവാൻ, വിശുദ്ധിയോടെ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളെ പഠിപ്പിക്കണമേ. പ്രാർത്ഥിക്കുന്നമ്മേ. അഴകിൻ മേലെ അഴകു ധരിക്കും മലരേ, നമ്മല സ്നേഹം നിറയും നീരുവമേ. അഴകിൻ മേലെ അഴകു ധരിക്കും മലരേ, നമ്മല സ്നേഹം നിറയും നീരുറവേ. മരിയേ മിന്നിത്തിളങ്ങും പനിമതിയേ മരിയേ, ഞങ്ങൾ വാഴ്ത്തും അമ്മേ, ഞങ്ങൾ വാഴ്ത്തും അമ്മേ. മരിയേ ചേർന്ന് പാടിക്കേ. മാതാവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ ഒരിക്കൽ കൂടി നമുക്ക് സമർപ്പിക്കാം. ഈ നിമിഷങ്ങളിൽ അമ്മയോടൊപ്പമായിരുന്നപ്പോൾ അമ്മ നമ്മളിലേക്ക് ചൊരിഞ്ഞ എല്ലാ കൃപകൾക്കും നമുക്ക് നന്ദി പറയാം. അമ്മയ്ക്ക് നമ്മൾ നന്ദി പറയുമ്പോൾ ഈശോയോട് തന്നെയാണ് നമ്മൾ നന്ദി പറയുന്നത്. അമ്മേ, നന്ദി പറയുന്നമ്മേ. അമ്മയിലൂടെ ഈശോയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു.
അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധരിൽ പരിശുദ്ധിയായ പരിശുദ്ധ മറിയമേ, പരിശുദ്ധി കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, പരിശുദ്ധി ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധ അമ്മേ, പരിശുദ്ധി ഞങ്ങൾക്ക് നൽകണമേ. ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, പരിശുദ്ധി ഞങ്ങൾക്ക് നൽകണമേ.